ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചനയെ പറ്റി ഒരാളോടും ഒരു വാക്കുപോലും ഇനി പറയരുത്. പ്രത്യേകിച്ച് സച്ചിയോടും ഗൂഗിളിനോടും. എന്റെ വാക്ക് കേൾക്കാതെ ആരോടെങ്കിലും നീ അത് പറഞ്ഞ കിടക്കുന്ന കിടപ്പിൽ നിന്നെ ഞാനങ്ങ് തീർക്കും. ആരാണെന്നോ? അവന്തിക എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. വല്ലപ്പോഴൊക്കെ ഒന്ന് ഫോൺ വിളിക്കാനും നേരെ കാണുമ്പോ ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനും ഇപ്പഴാ സത്യത്തിൽ എനിക്കൊരാളെ കിട്ടിയത്. സമൃദ്ധ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടിയത് നന്നായിരുന്നു. അതിനെന്താ, ഞാനിപ്പോ എടുത്തിട്ട് വരാം. നീ പറഞ്ഞ അർച്ചന എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പൊ നിനക്കത് മനസ്സിലായില്ലേ? അത് ശരി, ഇവിടുന്ന് എഴുന്നേറ്റാ എനിക്ക് പണി തരുന്നു അല്ലേ? കൊള്ളാം. ശരീരം ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ ഈ കിടപ്പി കിടന്നോണ്ട് നീ എനിക്ക് എന്ത് പണി തരുന്ന? അടുത്ത കാലത്ത് എന്നെങ്കിലും ഈ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇപ്പൊ നീ ഒരു ശവ, വെറും ജീവച്ചവ. നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് നിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് ആക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റൊന്ന് നിക്കാൻ പോലും കഴിയാത്ത നിന്നെ എനിക്ക് എന്തു വേണേലും ചെയ്യാം. പക്ഷെ നിന്റെ ഈ ദയനീയ അവസ്ഥയിൽ നീ ആയിട്ടൊരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല. പകരം ഞാൻ നിനക്കൊരു ഓഫർ തരാം. അതിലൂടെ ഇതുവരെ നമ്മൾ തമ്മിൽ ഉണ്ടായതൊക്കെ നമുക്ക് മറക്കാം. എന്താ, റെഡിയാണോ? നിനക്ക് ഞാൻ എഴുതി തന്ന ആ 45% ഷെയർ അത് നീ എടുത്തോ. ഞാൻ ഇനി അതിന്റെ പിന്നാലെ വരികയില്ല. പകരം നീ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. അർച്ചനയെ പറ്റി ഒരാളോടും ഒരു വാക്കുപോലും ഇനി പറയരുത്. പ്രത്യേകിച്ച് സച്ചിയോടും ഗൂഗിളിനോടും. എന്റെ വാക്ക് കേൾക്കാതെ ആരോടെങ്കിലും നീ അത് പറഞ്ഞ കിടക്കുന്ന കിടപ്പിൽ നിന്നെ ഞാനങ്ങ് തീർക്കും. അറിയാലോ, അവന്തിക ഒന്ന് തീരുമാനിച്ചാ അത് ചെയ്തിട്ടേ അടങ്ങും. നിനക്ക് വല്ലാത്ത ഭാഗ്യമുണ്ട് രാജീവേ. അതുകൊണ്ട് ഇപ്പോഴും നീ ജീവനോടെ ഇരിക്കുന്നു. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അവന്തിക തീർക്കണമെന്ന് വിചാരിച്ചതൊന്നും ഇതുവരെ ബാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം. നിനക്ക് വേറെ വഴിയില്ല രാജീവേ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആലോചിക്ക്, ഞാൻ വീണ്ടും വരാം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. നിനക്ക് എളുപ്പം സുഖപ്പെടാനല്ല, ഒരിക്കലും എഴുന്നേക്കാതെ ദേ ഇതുപോലിങ്ങനെ കിടന്ന് കിടന്ന് നരകിക്കാൻ. അപ്പൊ ശരി, പോട്ടെ. ഹലോ, ഒരു ചാകര വന്ന് വീണിട്ടുണ്ട്. എന്താന്ന് വെച്ചാ തെളിച്ചു പറ മൂർത്തി. കം ടു ദ പോയിന്റ്. നമ്മുടെ ബീച്ചിനടുത്തുള്ള കാസ്പിയൻ റിസോർട്ട് മാഡത്തിന് അറിയാവല്ലോ അല്ലേ? അറിയാം. കാര്യത്തിലേക്ക് വാ.
ആ റിസോർട്ടിൽ നിന്ന് സച്ചിയും ആരതിയും റൂം എടുത്തിട്ടുണ്ട്. ആ ഇതൊരു ഗ്രേറ്റ് ന്യൂസ് ആണല്ലോ മൂർത്തി. ഇതിന് ഞാൻ തന്നെ കാണേണ്ട പോലെ കണ്ടിരിക്കും. ഇതൊരു ഗംഭീര അവസരമാണ്. കോടതിയിൽ നിന്നല്ല, നാട്ടുകാരുടെ മുമ്പിൽ പോലും തല ഉയർത്തി നടക്കാൻ പറ്റാതെ രണ്ടിനെ മാക്സിമം നാറ്റിക്കണം. സച്ചിക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നു കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ജോലി ഉണ്ടായിരുന്നു. ലൈറ്റ് പ്രശ്നമുണ്ടോ? ഹേയ്, ഒരു പ്രശ്നമില്ല. വക്കീലിന്റെ ജോലി നടക്കട്ടെ. സത്യം പറഞ്ഞ സച്ചി കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ലെവല് കൂടുതലാ. ആ പിന്നെ നാളെ എന്നെ കോടതിയിൽ കൊണ്ടുവിട്ടു കഴിഞ്ഞാ പിന്നെ കേസ് കഴിഞ്ഞിറങ്ങുന്ന ഒരു സച്ചി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അവിടെ പോസ്റ്റ് ആവും. അത് വേണ്ട, ഏതെങ്കിലും ഫിലിം കാണാൻ കയറിക്കോ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തോ. കോടതി കഴിയുമ്പോ ഞാൻ വിളിക്കാം, അപ്പൊ വന്നാ മതി. ആരാ ഈ സമയത്ത്? ആ വേണ്ട, ഞാൻ നോക്കാം. ആരാടകത്ത്? കൊള്ളാലോ മുതല്. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഏയ്, നിങ്ങൾക്ക് ആരാ? പോലീസിനെന്താ ഇവിടെ കാര്യം? കാര്യം ഉണ്ടായിട്ടാണല്ലോ വന്നത്. നിങ്ങൾ എന്ത് അഹങ്കാരമായി കാണിക്കുന്നേ? ആദ്യം നിങ്ങൾ ഇവരോട് മൊബൈൽ ഓഫ് ചെയ്യാൻ പറ. ഇവിടെ അനാശാസ്യം നടക്കുന്നു പരാതി കിട്ടിയിട്ട് വന്നതാ ഞങ്ങള്. അയ്യോ, നിങ്ങൾക്ക് ആള് മാറിയതാ. ആരതി മേഡം ഒരു അഡ്വക്കേറ്റാ. ഇവിടെ കോടതിയിൽ കേസിന് വന്നതാ. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും പറയുന്നത്. ചിലരെ പ്രധാനമന്ത്രിയാണെന്ന് വരെ പറയും. സാറേ, പക്ഷേ ഇത് സൂക്കേട് വേറെയാ. നിർത്തണോ? മിണ്ടായിരിക്കണി. നീ ആരാടാ? അവളുടെ ഭർത്താവോ അതോ കൂട്ടിക്കൊടുപ്പായിരുന്നോ? ഒരു സെക്സ് റാക്കറ്റ് ഇവിടെ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാ ഞങ്ങള്. നീ ഇവിടെ എത്ര പേർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടാ? പറടാ. മര്യാദയോട് പറയരുത്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ മരുന്നോടാ. സർ, പോലീസാണെങ്കിൽ അത് കയ്യിൽ വെച്ചാ മതി. ആവശ്യമില്ലാത്ത അധികാരം ഇവിടെ എടുത്താലേ താ വിവരം അറിയും. നീ എന്നെ എന്ത് ചെയ്യടി? സാറേ, സത്യമായിട്ട് ഞങ്ങള് വെണ്ടിപ്പോകരുത്. നീ തോന്നിയ ദിവസം കാണിച്ചിട്ട് നിന്ന് കൊരയ്ക്കുന്നോടാ. പിടിച്ച് വണ്ടി കയറ്റോട്ടോ വേണ്ടേ? ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം.